ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന ഡോക്യുമെൻ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അറിയപ്പെടുന്നത് ബൈലോ എന്നാണ്, നിയമാവലി എന്നാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നത്. Articles of Association is a form of document that specifies the regulation for a company's operations and defines the company's purpose. ഒരു കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലാണ്. അതുപോലെ കമ്പനിയുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലാണ്. The documents lay out how tasks are to be accomplished. ഒരു കമ്പനിയിലെ ഓരോ ടാസ്കുകളും എങ്ങനെയാണ് ചെയ്തു തീർക്കേണ്ടത്, അക്കംപ്ലിഷ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഇതിലാണ് ഉള്ളത്. ഈ പറയുന്ന ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് കമ്പനിയും കമ്പനിക്കകത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ ഓർ വിത്തിൻ ദി ഓർഗനൈസേഷൻ, കമ്പനിക്കകത്തുള്ള കാര്യങ്ങളാണ്. കമ്പനിയുടെ ഇൻസൈഡറായിട്ടുള്ള മാറ്റേഴ്സിലാണ്, ഇൻറ്റേർണൽ മാറ്റേഴ്സിലാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ യൂസർ മാനുവൽ ഓഫ് എ കമ്പനി ഓർ ബൈലോ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു യൂസർ മാനുവലായിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ പരിഗണിക്കാം. അതുപോലെ ബൈലോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യുക, നമുക്ക് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കണ്ടൻറ്റ്സ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്. എന്തെല്ലാമാണ് ഒരു ആർട്ടിക്കിളിലുള്ള കണ്ടൻറ്റ്, എന്തെല്ലാം കണ്ടൻറ്റുകളാണ് ഉള്ളത്, ഉള്ളടക്കം എന്തെല്ലാമാണ്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന ചോദ്യം വന്നേക്കാം. അവിടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ എക്സിക്യൂഷൻ ഓർ അഡോപ്ഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്റ്റ്. പ്രിലിമിനറി കോൺട്രാക്റ്റുകൾ നടപ്പിലാക്കുന്നതും ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രിലിമിനറി കോൺട്രാക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതും അഡോപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലെ കണ്ടൻറ്റാണ്. പിന്നെ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇസ് ഡിവിഷൻ. മൊത്തം ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, മൊത്തം ഓഹരി മൂലധനം എത്രയാണ്, അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ ഏതെല്ലാം തരത്തിലുള്ള ഷെയർസാണ്, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഏതാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. അതുപോലെ റൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർസ്. ദർ ആർ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഷെയർസ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയിലെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ക്ലാസ്സുകളിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. വ്യത്യസ്ത ക്ലാസ് ഷെയർ ഹോൾഡേഴ്സിന് വ്യത്യസ്ത റൈറ്റുകൾ ഉണ്ടാവുക. ഡിവിഡൻറ്റിനും അതുപോലെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിലും അതുപോലെ വോട്ടിങ്ങിലൊക്കെ വ്യത്യസ്തമായ റൈറ്റുകളുള്ള വ്യത്യസ്തമായ ഷെയറുകളാണുള്ളത്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയർ ക്ലാസിൻ്റെ അവരുടെ റൈറ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കണം ഈ പറയുന്ന ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർറൈറ്റേഴ്സ് ആർ ദി പേഴ്സൺ ഹു ആർ എൻഗേജ്ഡ് ഇൻ എ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. പബ്ലിക് ഇഷ്യൂ നടക്കാതിരുന്നാൽ എന്ത് ചെയ്യും, അണ്ടർറൈറ്റേഴ്സാണ് ഒരു കമ്പനിയെ സ്വാധീനിക്കുന്നത്. സോ പേയ്മെൻറ്റ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്ര കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആർട്ടിക്കിളിലാണ് ഉണ്ടാവുക. അതുപോലെ ലീൻ ഓഫ് ഷെയർസ് ആണ് അടുത്തത്. ഷെയർസ് എപ്പോഴാണ് ലീൻ ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, പിടിച്ചു വെക്കുക, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഒരു ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഒരു ഷെയറിനെ കമ്പനി പിടിച്ചു വെക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതുപോലെ കോൾസ് ഓൺ ഷെയർസ്, നമുക്കറിയാം കോൾ മണി കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോൾസ് ഓൺ ഷെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, ഷെയർ ട്രാൻസ്മിഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്, ഷെയറിനെ ക്യാൻസൽ ചെയ്യുക ഇൻ കേസ് ഓഫ് എനി ഡ്യൂ, എന്തെങ്കിലും പണം കൊടുക്കുന്നതിൽ ഡ്യൂ ഉണ്ടാവുക, ഫെയിലിയർ വരിക, ഷെയറുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഷെയറിനെ ക്യാൻസൽ ചെയ്യുവാനുള്ള അധികാരം കമ്പനിക്കുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ആൾട്ടർ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ.
അതുപോലെ ഡിവിഡൻഡ് ആൻഡ് ഷെയർസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആർട്ടിക്കിളിൽ വരുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉൾപ്പെടുന്ന കണ്ടൻറ്റുകളാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഈ പറഞ്ഞ കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.